ഹായ്, നമസ്കാരം. ഞാൻ ഒരു എന്താ പറയുക, എന്തായാലും ഞാൻ ഓൾഡ് ജനറേഷനാണോ ന്യൂ ജനറേഷനാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ന്യൂ ജനറേഷനാണെന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. എന്നെ ഒരു പക്ഷേ ഓൾഡ് ജനറേഷനായിട്ട് കാണുമായിരിക്കും പുതിയ കുഞ്ഞുങ്ങൾ, പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷെ ഞാൻ എന്നെ എപ്പോഴും ന്യൂ ആയിട്ട് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ന്യൂജൻ തന്നെയാണ്. എങ്കിൽ പോലും ഞാനും ഒരു പേരൻ്റാണ്. എൻ്റെ പേരൻസ് എന്നെ എങ്ങനെ വളർത്തിയോ അതിനേക്കാളും കുറച്ചും കൂടി സ്വാതന്ത്ര്യവും കോൺഫിഡൻസും കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ട് ഞാൻ എൻ്റെ മകന് കൊടുത്തിട്ടാണ് അതാണ് വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ ഭയപ്പെടുത്തി പേരൻറ്റിങ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരെന്തിനാണ്, നമുക്ക് ആകെ ഉള്ള സ്വത്താണ് അവരുടെ മക്കൾ, അല്ലേ? മക്കളെ ശകാരിക്കുന്നത് അത്യാവശ്യം വരുമ്പോൾ ശകാരിക്കുന്നതിനേക്കാളും പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാതെ നീ ഇപ്പോൾ ആ വാച്ച് കളഞ്ഞിട്ട് വന്നോ, അത് ശരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ചെറിയ സിമ്പിൾ കാര്യമാണെങ്കിൽ പോലും ഭയങ്കര കാട് കയറി വഴക്ക് പറയുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇന്ന് കുറവാണ്. പക്ഷേ പണ്ടത്തെ പേരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം പേരൻസിൻ്റെ അടുത്ത് കുറച്ച് ഭയങ്കര ഭവ്യതയിലും ഒക്കെ ഇരിക്കണമെന്നുള്ളതാണ്. അത് ഭവ്യത എന്ന് പറഞ്ഞാൽ പൊളൈറ്റ് ആവാം, എങ്കിൽ പോലും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, അച്ഛനോടും അമ്മയോടും സ്വന്തം അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു സ്വാതന്ത്ര്യവും ഒക്കെ ആർജിക്കണമെന്നും അതിനെ പേരൻസ് തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അപ്പോൾ ഒരു ഫ്രണ്ട്ലി റിലേഷൻ വരും. അച്ഛനും അമ്മയെന്നുള്ള ബഹുമാനമുണ്ടാവും, അതിനോടൊപ്പം തന്നെ ഒരു ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയറും കൂടെ വരുമ്പോൾ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പം ചില ഫ്രണ്ട്സ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് പറയും, ഇഷ്ടമുള്ളത് ആയിരിക്കില്ല പറയുന്നത്. എങ്കിലും നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, അല്ലേ? അവളിങ്ങനെയാണ് അത് നമ്മളങ്ങ് ആക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് പിന്നെ അവളിപ്പോൾ അങ്ങനെ ഇന്നൊരു ദിവസം ചിരിച്ചില്ല എന്ന് വെച്ചാൽ എന്താ കുഴപ്പം, നാളെ അവൾ ചിരിക്കുമല്ലോ. അങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റും. അപ്പം അത് തന്നെയാണ് ഒരു ഫ്രണ്ട്ലി ഇതിലും കൂടുതൽ എന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു പേരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെടുത്തിയും പറഞ്ഞ പോലെ ഉറക്കെ കരയരുത്, ഉറക്കെ ചിരിക്കരുത്, ഉമ്മറത്ത് വന്ന് നിൽക്കരുത് എന്നൊക്കെയുള്ള ആ രീതിയിലുള്ള അത്രയും കടുത്ത പേരൻറ്റിങ് ഇന്നില്ല. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കുറേ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പണ്ട് കുറേ ശകാരമൊക്കെ കേട്ട് വളർന്ന ഞാൻ പിന്നെ ഇനിയിപ്പം ഈ ലോകത്ത് ആരൊക്കെ എന്നെ ശകാരിച്ചാലും എനിക്ക് ടോളറേഷൻ കപ്പാസിറ്റി ഉണ്ട്. കാരണം ഞാനിതൊരു പട്ടാളച്ചിട്ട പോലെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ തന്നെ കുട്ടിയോട് ഞാൻ അധികം കയർക്കാതെയാണ് വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കങ്ങനെ കയർക്കുന്നത് ഇഷ്ടവുമല്ല. കമാൻഡിങ് എനിക്ക് ആസ് എ പേഴ്സൺ ഐ ഡോണ്ട് ലൈക്ക് കമാൻഡ്. എന്നോടും ആരെങ്കിലും കൽപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നെ ആരെങ്കിലും കയറി തലയിലിരുന്ന് ഭരിക്കുന്നത് ഇഷ്ടമല്ല. കാരണം ഞാൻ ആരെയും ഭരിക്കാൻ പോവാറില്ല. ഇവിടെ ഞാനെന്ന് പറഞ്ഞതുകൊണ്ടൊന്നും തോന്നരുത്, പക്ഷെ ഞാൻ എന്നെപ്പറ്റി ഒന്ന് പറഞ്ഞതാണ്. ആരാണ് ഭരിക്കപ്പെടാൻ താല്പര്യപ്പെടുന്നത്? അപ്പോൾ കുട്ടികളാണെങ്കിലും അവർക്ക് അവരവരുടെ പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പോൾ അവരെ ഭരിക്കാൻ ശ്രമിക്കരുത്. ഇപ്പം ഒരു ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞാലും ഓരോരുത്തർക്കും പ്രൊമോഷൻ കിട്ടിയും അല്ലാതെയും ഒക്കെ അവരോരോ സ്ഥാനത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ ആ സ്ഥാനത്തിൽ ഇരിക്കുന്നതിനോടൊപ്പം അവർക്ക് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ള ഒരു ചിന്ത കൂടി അവരുടെ മനസ്സിൽ വേണം. അപ്പം ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളങ്ങ് ഒഴുക്കനെ പറഞ്ഞു. ഇതിനോടൊപ്പം ഇന്നൊരു നല്ല കാര്യം പറയാനുള്ളത്, ടച്ച് വുഡ്, എൻ്റെ അച്ഛൻ്റെ 80ാം പിറന്നാളാണെന്നാണ്. 80 അല്ലെങ്കിൽ 81 വയസ്സ് അച്ഛനായിട്ടുണ്ട്.
അപ്പം അച്ഛൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ് ഇന്ന് നവംബർ 10. അദ്ദേഹത്തിന് എല്ലാ പിറന്നാൾ ആശംസകളും. അദ്ദേഹത്തിനെ വിളിക്കാൻ വേണ്ടി രാവിലെ ഫോൺ ചെയ്തു. അപ്പോൾ അച്ഛനെ സംബന്ധിച്ച് വീഡിയോ കോളൊക്കെ അദ്ദേഹത്തിന് എടുക്കാനായിട്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം സാധാരണ കോളാണ് കൂടുതൽ എടുക്കുക. ഞാൻ വീഡിയോ കോൾ ചെയ്ത് നോക്കി. ചിലപ്പോൾ അച്ഛനിങ്ങനെ അതിനെങ്ങനെ എന്താ അതിന് പറയാം, ഇങ്ങനെ തോണ്ടിയെടുക്കത്തില്ലേ വീഡിയോ. അപ്പോൾ അങ്ങനെ തോണ്ടിയെടുക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ മനസ്സിലായോ. അച്ഛനങ്ങനെ ടച്ച് സ്ക്രീൻ മൊബൈലൊക്കെ ഇച്ചിരി കഷ്ടപ്പെട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അച്ഛനൊക്കെ സാധാരണ പണ്ടത്തെ മൊബൈലാണ് ഏറ്റവും നല്ലത്. എങ്കിലും വീഡിയോ കോളിൽ അച്ഛനെയൊക്കെ കാണാമല്ലോ എന്ന് ഓർത്ത് ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ബോംബെയിലാണ് താമസിക്കുന്നത്, അവർ കൊച്ചിയിലാണ്. അപ്പോൾ എന്തായാലും എൻ്റെ അച്ഛന് പിറന്നാൾ ആശംസകൾ ഞാൻ എൻ്റെ ചാനലിൽ കൂടി പറയുന്നു. ഞാൻ ഒക്ടോബറിൽ ഞാൻ പോയിരുന്നു നാട്ടിൽ. എങ്കിലും അച്ഛൻ്റെ പിറന്നാളിന് മുന്നേ എനിക്ക് തിരിച്ചു വരേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു ഉറ്റ സുഹൃത്തിൻ്റെ മകളുടെ കല്യാണമായിരുന്നു. പിന്നെ എൻ്റെ വേറൊരു സുഹൃത്തിൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു. ഇതുപോലെ അതും എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മേനെയും പോലെ തന്നെ പ്രിയപ്പെട്ടവരാണ്. എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതാണ് എൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് എല്ലാവരും ഫ്രണ്ട്സാണ്. പക്ഷേ ഞാൻ കുറച്ച് പേരെ എൻ്റെ ഹൃദയത്തിൽ വളരെയധികം സൂക്ഷിച്ചിട്ടുണ്ട് അൺകണ്ടീഷണലി. ഒരു പക്ഷേ എന്നെ സഹായിക്കാൻ വരുന്നത്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും വയ്യായ്കളുള്ളപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ വീട്ടിൽ എന്നെ സഹായിക്കാൻ വരുന്നവർ ദൈവത്തിന് തുല്യമാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ദൈവത്തിന് തുല്യം എന്ന് പറയണോ, അല്ലെങ്കിൽ എന്ത് പറയണം എന്നറിയില്ല. അവർ ഈ പറഞ്ഞ പോലെ എനിക്ക് തീരെ ചിലപ്പോൾ എനിക്ക് ബ്രീതിങ് ഇഷ്യൂ ഒക്കെ കാരണം ആഹാരം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ രാത്രി ഉറക്കം കിട്ടാതെ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നേരം വെളുക്കുമ്പോൾ എന്നെ സഹായിക്കാൻ വരുന്നവരോട് ദീദി ആജ് തോടാ 4 റൊട്ടി ബനാക്കി ദേ ദീജിയെ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരേക്ക് ഉണ്ടാക്കി തരും. അപ്പം എന്താ പറയുക, ചില സമയത്ത് നമുക്ക് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ അന്യനാട്ടിലൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ തന്നെയാണ്, ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് വീട്ടിൽ സഹായിക്കാനുള്ളൊരു ആളുകളെങ്കിലും നമുക്ക് ബോംബെയിലൊക്കെ പിന്നെയും കിട്ടും. അപ്പം അവരൊക്കെ എനിക്കൊരു അനുഗ്രഹമാണ്. എന്തായാലും ഞാൻ സംസാരിച്ച് വരുമ്പോൾ ഇങ്ങനെ ഒരുമിച്ചങ്ങ് പറയും. ഞാൻ ഇല്ലോളം എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ കാണാറുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ടത്തെ ആളുകൾ പൈസ ഒത്തിരി സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും സ്വയം ജീവിക്കാൻ പഠിച്ചിട്ടില്ല, സന്തോഷിച്ച് ജീവിക്കാൻ പഠിച്ചിട്ടില്ല എന്നൊക്കെ. അപ്പോൾ അവർ കുറേ അങ്ങനെ സന്തോഷിക്കാതെ കുറേ പൈസയൊക്കെ സമ്പാദിച്ച് നമ്മളെ എല്ലാവരെയും കല്യാണം കഴിപ്പിക്കാനും ഒക്കെ അവർ കുറച്ച് സമ്പാദിച്ചു. എങ്കിലും അവരുടെ റിട്ടയർഡ് ലൈഫിൽ അവരും വളരെ സന്തോഷമായിട്ടും സ്വന്തം നിമിഷങ്ങൾ അല്ലേ, സ്വന്തം ആയ സമയം കണ്ടെത്തി അതിൽ പാഷന് വേണ്ടിയിട്ടൊക്കെ സന്തോഷം കണ്ടെത്തണം എന്നൊക്കെയാണ് എൻ്റെ ഒരാഗ്രഹം. എന്നും മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു മകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു 25 വയസ്സ് വരെയൊക്കെ കഷ്ടപ്പെട്ടാൽ പോരെ അല്ലേ, അച്ഛനും അമ്മയൊക്കെ. അതിന് ശേഷം മകളായാലും മകനായാലും പിന്നെ സ്വന്തം കാര്യം നോക്കണം. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു മൈ പപ്പ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒത്തിരി നന്ദി. താങ്ക് യു. ഇനി എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.